ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ പറയാം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മുടെ കഥാനായകനാരാ? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ റളിയല്ലാഹു. എന്റെ കഥയുടെ പേര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജീവിതം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. എന്നാൽ ഞാൻ തുടങ്ങട്ടെ. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയായിരുന്നു. സ്വഹാബികൾ എല്ലാവരും വന്നിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പതിവ് ഔറാദുകൾക്ക് ശേഷം നബി തങ്ങൾ തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് ഒറ്റ ജമാഅത്ത് പോലെ ഒഴിവാക്കാത്ത സിദ്ദീഖ് തങ്ങൾക്ക് എന്ത് പറ്റി? കാര്യം അന്വേഷിക്കാനായി സ്വഹാബികളെ പറഞ്ഞിട്ടു. സ്വഹാബികൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു വീട്ടിൽ ഇരിക്കുകയായിരുന്നു. പുറത്തിറങ്ങുന്നില്ല. കാര്യം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറത്തിറങ്ങിയപ്പോൾ ഒരു യാചകൻ വരികയും എന്തെങ്കിലും ഒന്ന് തരണമേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ട വസ്ത്രം ഞാൻ അയാൾക്ക് നൽകി. ചോദിച്ചു വരുന്നവരെ വെറുതെ ആക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ എങ്ങനെ അവരെ പറഞ്ഞയക്കും? അതുകൊണ്ട് എനിക്ക് വസ്ത്രമില്ലാതായി. അബൂബക്കർ റളിയല്ലാഹു ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഈ വിവരവുമായി സ്വഹാബികൾ നബി തങ്ങളുടെ അടുത്തെത്തി. നബി തങ്ങൾ വേഗം പോയി ഒരു കൂട്ട വസ്ത്രം കൊടുത്തയച്ചു. അബൂബക്കർ റളിയല്ലാഹു വേഗം ധരിക്കുകയും പള്ളിയിൽ പോവുകയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ദുആഇന്റെ നീളം കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി. എന്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ. ഞാനൊരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിപ്പോയി. അതുകൊണ്ട് റബ്ബേ, ഞാൻ സ്വർഗത്തിന് അവകാശിയല്ല. എങ്കിലും റബ്ബേ, എനിക്ക് നരകത്തെ സഹിക്കാൻ കഴിയുകയില്ല. എന്റെ ദോഷം പൊറുക്കണമേ നാഥ, എല്ലാം പൊറുക്കണമേ അല്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതം എത്ര മഹത്തരമാണ്. ചെയ്തത് തെറ്റല്ല. എന്തൊരു വലിയ കാര്യം വന്നിട്ടും ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ അത് വലിയ തെറ്റായി കണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കണ്ടേ എന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര ഫർളുകളാണ് ആവശ്യമില്ലാതെ ഒഴിവാക്കുന്നത്. അല്ലാഹു നമുക്ക് തഖ്വ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.